നമോ നാരായണായ. ശ്രീമന്നാരായണീയം പ്രഥമസ്കന്ധം. ആദ്യത്തെ സ്കന്ധത്തിൽ 3 അധ്യായങ്ങളാണുള്ളത്, 3 ദശകങ്ങളാണുള്ളത്. ആദ്യത്തെ ദശകം ഭഗവൻ മഹിമാനുവർണ്ണനം, ഭഗവാന്റെ മഹിമയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. എന്താണ് ബ്രഹ്മം എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മേൽപ്പത്തൂർ 1-ാമത്തെ ശ്ലോകത്തിൽ കൂടി. ആദ്യത്തെ ശ്ലോകം: സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനർ ഉരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാന. ശ്ലോകം 2. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദജന ക്ഷുദ്രതൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവാശ്രയാമ. ഏവം ദുർലഭ്യ വസ്തുനി അപി സുലഭതയാ ഹസ്തലബ്ധേ യത് അന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം ഏതേ താവത് വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷ ആത്മാനം ഏനം ഗുരുപവനപുരാധീശം ഏവം ആശ്രയാമ. ഏവം ദുർലഭ്യ വസ്തുനി അപി, ഇത്രയും ദുർലഭ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് എന്ന് പറയുകയാണ് ഈ ഭാഗവതം. അല്ലെങ്കിൽ ആ ഭാഗവതത്തെ അടിസ്ഥാനമാക്കിയാണ് ഭഗവാന്റെ ചരിതങ്ങൾ, ആ ഭഗവാന്റെ അവതാരങ്ങളെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിക്കുന്നത്. അതാണ്. അപ്പം ആ ഭാഗവതത്തെ പറയുകയാണ് എത്രയും ദുർലഭ്യമായിട്ടുള്ള ആ വസ്തു. അതായത് പരമ്പരാഗതമായി ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവിൽ നിന്ന് നാരദ മഹർഷി എന്ന് വ്യാസ മഹർഷി, അങ്ങനെ പരമ്പരാഗതമായിട്ട് നമുക്ക് കൈവന്നിട്ടുള്ള ആ മഹത് ഗ്രന്ഥം, അതിനെയാണ് പറയുന്നത് ദുർലഭ്യമായിട്ടുള്ള വസ്തു. അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ ബ്രഹ്മതത്വം, അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ഭഗവാൻ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ആ ബ്രഹ്മതത്വത്തെ പൂർണ്ണ അവതാരം, ആ ഭഗവാനെ നമുക്ക് സുലഭതയാ ഹസ്തലബ്ധേ നമുക്കത്രയും സുലഭമായിട്ട് നമ്മുടെ കൈക്കുമ്പിളിൽ കിട്ടിയിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ പോകുന്നു, അതിനെ മനസ്സിലാക്കാതെ പലയിടത്തായിട്ട് ഓടി നടക്കുന്നു. അവിടെ ഇത് കിട്ടും, ഇവിടെ ഇത് കിട്ടും എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു ഉറപ്പില്ലാതെ, നമ്മൾ ആ ഭഗവാനിൽ മനസ്സുറപ്പിക്കാതെ നമ്മൾ ഓടി നടക്കുന്നു. അതാണ് പറയുന്നത്. അന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനഃ. ഈ മനസ്സുകൊണ്ടോ, ഈ ജനങ്ങൾ മനസ്സുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ ശരീരം കൊണ്ടോ ആ മറ്റ് പലതിനെയും ഭജിച്ചുകൊണ്ട് നടക്കുന്നു.
ക്ഷുദ്രതായേവ ക്ഷുദ്രദൈവ സ്ഫുടേയം. അതാണ് എന്തൊരു ക്ഷുദ്ര മനോഭാവമാണ്, എന്തൊരു അന്യായമാണ് ഈ പ്രവർത്തിക്കുന്നത് ഈ ജനങ്ങൾ എന്നും മേൽപ്പത്തൂർ അതിശയപ്പെടുകയാണ്. ഏതേ താവത് വയം തു, എന്നാൽ ഞാനാവട്ടെ സ്ഥിരതര മനസ്സ, എൻ്റെ ഉറച്ച മനസ്സോടെ ഏകമായിട്ട് ഏകം ബ്രഹ്മം പരബ്രഹ്മം അത് അവിടുന്നാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് വിശ്വപീഡാപഹത്യയെ, ഈ വിശ്വത്തിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്നതായിട്ടുള്ള ആ പീഡകളുടെ എല്ലാം അറുതിക്കായിട്ട് നിശേഷ ആത്മാനമേനം, ഞാൻ എൻ്റെ ആ മനസ്സിൽ അവിടത്തെ മാത്രം ഉറപ്പിച്ചുകൊണ്ട് ഗുരുഭവന പുരാധീശം, അല്ലയോ ഗുരുവായൂരപ്പ അങ്ങേ മാത്രം ഏവം ആശ്രയാമ, എപ്പോഴും ആശ്രയിക്കുന്നു. ശ്ലോകം 3. സത്വം യത്തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം തത്സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിത് ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതി മതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. സത്വം, ആ സത്വഗുണം, യത് തത് പരാഭ്യ, മറ്റ് രണ്ട് ഗുണങ്ങളോടും കൂടിക്കലരാതെ, അതായത് രജോ ഗുണത്തോടും തമോ ഗുണത്തോടും കൂടിക്കലരാതെയുള്ള നിർമ്മലം തേന താവത്, ആ ശുദ്ധമായിട്ടുള്ള സത്വഗുണം താൽ മാത്രം ഉൽപ്പന്നമായിട്ടുള്ള ഭൂതൈഹി ഭൂതേന്ദ്രിയൈഹി, പഞ്ചഭൂതങ്ങളാലും ആ പഞ്ചഭൂതങ്ങളുടെ ഇന്ദ്രിയങ്ങളാലും, അതായത് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പൃഥ്വി, ആകാശം, ജലം, വായു, അഗ്നി എന്നിവയാണ് പഞ്ചഭൂതങ്ങളെന്ന്. ഈ പഞ്ചഭൂതങ്ങളുടെ ഇന്ദ്രിയങ്ങൾ, അവരുടെ ഇന്ദ്രിയങ്ങളാണ് ചക്ഷുഷ്, ശ്രോത്രം, ജിഹ്വ, ഘ്രാണം, ത്വക്ക്, വാക്ക്, പിന്നെ പാണി, പാദം, പായു, ഉപസ്ഥം, മനസ്സ് എന്നിങ്ങനെയുള്ള ഏകാദശ ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയങ്ങളോടും കൂടിയത് ഉള്ള ആ തേവബുഹു, അങ്ങയുടെ ആ ശരീരം, ആ വിഗ്രഹം, ഇതി ബഹുശ, അങ്ങനെ ഞാൻ വളരെയധികം ശ്രൂയതേ കേട്ടിരിക്കുന്നു, വ്യാസവാക്യം, അങ്ങനെയുള്ള ദിവ്യമായിട്ടുള്ള മംഗള വിഗ്രഹമാണ് ഭഗവാന്റേത് എന്ന് വേദവ്യാസ മഹർഷി പറഞ്ഞിട്ട് പലയിടത്തുമായിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നു. തത് സ്വച്ഛത്വാത് ഇത് അച്ഛാദിത പരസുഖജിത് ഗർഭ നിർഭാസരൂപം. തത് സ്വച്ഛത്വാത്, അത്രയും ശുദ്ധ സ്ഫടികമായിട്ടുള്ള, അതായത് ദർപ്പണ സമയത്ത് സൂര്യരശ്മി എപ്രകാരമാണോ പ്രതിബിംബിച്ച് ആ ദർപ്പണ ബുദ്ധിയെ കെടുത്താതെ ആ പ്രകാശത്തെ മാത്രം തരുന്നത്, അതേപോലെ അപ്രകാരം സ്ഫടിക തുല്യമായിട്ടുള്ള ഭഗവാന്റെ ആ ശരീരം, ആ ശരീരത്തിൽ, ആ വപുസിൽ അത്രയും മറയ്ക്കപ്പെടാത്തതായിട്ടുള്ള അത്രയും ആനന്ദത്തെ, ആ അനന്തരസമാകുന്ന, ആ ബ്രഹ്മാനന്ദരസമാകുന്ന ബ്രഹ്മത്തെ അങ്ങനെ നമ്മുടെ ഉള്ളിൽ അന്തർഭാഗത്ത് പ്രതിബിംബ രൂപേണ അങ്ങ് നിറഞ്ഞ് അതിൻ്റെ പ്രകാശരൂപമായിട്ട് ഭവിക്കുമ്പോൾ, അങ്ങനെയുള്ള തസ്മിൻ ധന്യാരമന്തേ, അങ്ങനെയുള്ള ധന്യാത്മക്കൾക്ക് അത് കേൾക്കുകയും സ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ശ്രുതി മതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ, അങ്ങനെയുള്ള അങ്ങനെ അങ്ങ് ആ അന്ധകരണത്തിൽ അങ്ങ് നിറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെയുള്ള ശുദ്ധാത്മാക്കൾക്ക് ഭഗവാനിലോട്ട് ആ പ്രേമപൂർവമായിട്ടുള്ള ആ ഭക്തി, അങ്ങനെ ആ ഭക്തിയിൽ അങ്ങനെ അങ്ങ് മുഴുകുന്നു എന്ന് പറയുകയാണ് 3-ാമത്തെ ശ്ലോകത്തിൽ. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം തത്സ്വച്ഛത്വാദ്യതച്ചാദിതപരസുഖചിത്കർപ്പ നിർവാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ശ്ലോകം 4. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാൻ അനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ
കല്ലോലോ ഉല്ലാസതുല്യം ഖലു വിമലതരം സത്വം ആഹുസ്തദാത്മാ കസ്മാനോ നിഷ്കളസ്ത്വം സകല ഇതി വചസ്ത്വത്കലാസേവ ഭൂമൻ. നിഷ്കമ്പേ, ചലനമില്ലാത്ത, നിത്യപൂർണേ, സർവത്ര പൂർണ്ണമായിട്ടുള്ള, നിരവധി പരമാനന്ദ പീയൂഷരൂപേ. അല്ലയോ ഭഗവാനെ, വളരെയധികം പരമാനന്ദത്തെ, എത്രയെന്ന് പരമാനന്ദത്തെ തരുന്ന ആ അമൃത സ്വരൂപത്തിൽ നിർലീനാൻ അനേകമുക്താവലി, അങ്ങനെ നിർലീനമായി കിടക്കുന്നു അനേകമായിട്ടുള്ള മുക്തന്മാരായിട്ടുള്ള ആ യോഗീന്ദ്രന്മാർ, അതായത് മുക്തന്മാർ. അങ്ങനെ ആ മുക്തന്മാർ സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു. അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ നിർമ്മലമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ബ്രഹ്മസമുദ്രത്തിൽ കല്ലോലോ ഉല്ലാസതുല്യം, അങ്ങനെ അലയടിക്കുന്ന, ഉല്ലാസത്തോടെ സന്തോഷത്തോടെ അലയടിക്കുന്ന ആ തിരമാലകൾ കണക്കെ ഖലു വിമലതരം, അത്രയും ആ വിമലമായിട്ടുള്ള, ആ ശുദ്ധമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള സത്വം ആഹുഹു തത് ആത്മാ, അങ്ങയുടെ ആ ആത്മസ്വരൂപത്തിൽ, ആ സത്വശുദ്ധമായിട്ടുള്ള സത്വഗുണത്താൽ മാത്രമുള്ള അങ്ങയുടെ ആ ശുദ്ധ സ്വരൂപത്തിൽ അങ്ങനെ അനേകം പുണ്യാത്മാക്കൾ അങ്ങനെ അങ്ങ് നിർലീനമായിട്ട് കിടക്കുന്നു. ആ സമുദ്രത്തിൽ, ആ ബ്രഹ്മസമുദ്രത്തിൽ, ആ ബ്രഹ്മ കടലിൽ അങ്ങനെ തിരമാലകൾ കണക്കെ ഉല്ലാസത്തോടെ അലയടിച്ചുകൊണ്ട് ഇരിക്കുന്നു. കസ്മാത് നോ നിഷ്കളഹ, അല്ലയോ ഭഗവാനെ, അങ്ങനെയുള്ള അങ്ങയെ നിഷ്കളൻ അങ്ങ് എന്ന് പറയുന്നുവെങ്കിൽ, അതായത് പരിപൂർണനല്ല എന്ന് പറയുന്നുവെങ്കിൽ അത് അങ്ങേയല്ല. ത്വം സകലഹ ഇതി വചസ്, ഇങ്ങനെ ആരെങ്കിലും പറയുന്നു എങ്കിൽ അത് അങ്ങേയല്ല. ത്വത്കലാസേവഭൂമൻ, അങ്ങയുടെ കലകളെയാണ് ഭഗവാനെ, അതായത് അങ്ങയുടെ അംശ അവതാരങ്ങളുടേതാകുന്നു ആ പറച്ചില്, അല്ലാതെ അങ്ങ് നിഷ്കളൻ തന്നെയാണ് എന്ന്, അതായത് പൂർണ്ണ അവതാരം തന്നെയാണ് എന്ന് പറയാണ് 4-ാമത്തെ ശ്ലോകത്തിൽ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വചസ്ത്വത്കലാസേവ ഭൂമൻ. ശ്ലോകം 5. നിർവ്യാപാരോപി നിഷ്കാരണം അജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാവികൽപ്പാദികാലേ തസ്യാസം ശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. നിർവ്യാപാരോപി, നിർവ്യാപാരഃ അപി നിഷ്കാരണം അജഭജസേ യത് ക്രിയാം ഈക്ഷണാഖ്യാം തേനൈവോദേതി ലീന, തേന ഏവ ഉദേതി ലീന, ഉദേതി ലീന പ്രകൃതി രസതി, പ്രകൃതി അസതി കൽപ്പാപി കൽപ്പാദി കാലേ തസ്യാ സംശുദ്ധം അംശം, തസ്യാഹ സംശുദ്ധം അംശം തം അപി തമ തിരോധായകം തം അതിരോധായകം സത്വരൂപം സഹ ത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. ഹേ അജ, അല്ലയോ അജനായിട്ടുള്ള ഭഗവാനെ, അതായത് ജനിമൃതികളിൽ നിന്നും മുക്തനായ ഭഗവാനെ, നിർവ്യാപാരഃ അപി, നിർവ്യാപാരം, അതായത് ഒരു വ്യാപാരവും ചെയ്യുന്നില്ല എങ്കിലും, അതായത് നിഷ്ക്രിയ സ്വഭാവിയായിരുന്നിട്ടും, നിഷ്കാരണം ഒരു കാരണവുമില്ലാതെ, ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ, അപ്പൊ ഈക്ഷണാഖ്യ എന്ന ഒരു ക്രിയയെ അങ്ങ് സ്വീകരിക്കുന്നു. അതുകൊണ്ട്
ഇക്ഷണാഖ്യാം അതായത് മായാപ്രേരണം എന്ന ആ ഒരു പ്രവൃത്തി, ആ ഒരു ക്രിയ, ആ ക്രിയയെ സ്വീകരിക്കുന്നത് കൊണ്ട് തേന ഏവ അസതി കൽപ്പ അഭി തേന ഏവ അതുകൊണ്ട് തന്നെ ആ മായ അസതി കൽപ്പ അഭിലീന പ്രകൃതി, ഭഗവാനിൽ അങ്ങനെ അങ്ങ് ലയിച്ചു കിടക്കുന്ന ആ മായയ്ക്ക് ഒരു അസ്തിത്വം ഇല്ല എന്ന് പറയുന്നത്. ഒരു അസ്തിത്വമില്ലാതായിട്ടുള്ള ആ മായാശക്തി കൽപ്പാഭികാലേ, കൽപ്പത്തിന്റെ ആദ്യകാലെ, അതായത് ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഉണർന്ന് അങ്ങനെ വിഹരിക്കുവാൻ തുടങ്ങുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഭഗവാന് ആ ഒരു ഉറക്കം നമുക്ക് അടുത്ത പോകെയുള്ള ശ്ലോകങ്ങളിലൂടെ അത് വിശദമായിട്ട് മനസ്സിലാകും. പ്രളയം കഴിഞ്ഞിട്ട് ആ കൽപ്പത്തിന്റെ ആരംഭത്തിൽ ഉണരുന്ന ആ ഒരു സമയം ഭഗവാൻ പറഞ്ഞേൽപ്പിക്കാറുണ്ട് മായയോട് എന്നാണ് പറയുക. കാരണം ആ സമയമാവുമ്പോൾ എന്നെ വിളിച്ചുണർത്തൂ എന്ന് പറയാറുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോഴത്തേക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പൊ അങ്ങനെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഈ മായ ഉണർന്ന് സ്വമഹിമ വിഭവാകുണ്ട, അല്ലയോ ഭഗവാനെ അങ്ങയുടെ മഹിമ കൊണ്ട്, ആ മഹിമയാൽ, അങ്ങയുടെ പ്രഭാവശക്തിയാൽ ആ പ്രവർത്തിക്കുന്ന തസ്യാഹ ആ മായ അധിരോധായകം, അങ്ങനെ ഉണർന്ന് ഈ കർമ്മങ്ങളെയൊന്നും പ്രതിരോധിക്കാൻ കഴിവില്ലാത്തതും ആ സംശുദ്ധമായിട്ടുള്ള ആ സത്വരൂപത്തെ, അതായത് യോഗൈശ്വര്യ ശക്തിയോടുകൂടിയ ആ പരിശുദ്ധമായിട്ടുള്ള ആ സത്വഗുണത്തിന്റെ അംശത്തെ സ്വീകരിച്ചിട്ട് സഹത്വം, അല്ലയോ ഭഗവാനെ അത് അങ്ങയുടെ രൂപം ദദാസി, അത് സ്വന്തം രൂപമാക്കി അങ്ങ് ഭഗവാൻ അതിനെ സ്വന്തം രൂപമാക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നിർവ്യാപാരോപി നിഷ്കാരണം അജഭജസേ യക്രിയാം ഈക്ഷണാഖ്യാം തേനൈവോദേതി ലീന പ്രകൃതി രസതി കൽപ്പാദി കാലേ തസ്യ സംശുദ്ധം അംശം കം അപി തം അതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ശ്ലോകം 6. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലീകേളികാരം ലാവണ്യസൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീനിശങ്കലീലാനിലയനം അമൃതസ്യന്തസന്തോഹമന്ത സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. തത്തേ തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം ലാവണ്യസൈകസാരം ലാവണ്യസ്യ ഏകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മി നിശങ്കലീലാനിലയനം അമൃത സ്യന്ത സന്തോഹ മന്ദഃ സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. പ്രത്യഗ്രധാരാധര ലളിതകളായാവലി കേളികാരം. പ്രത്യഗ്രധാര പുതിയ ആ മേഘം, ആ കാർമേഘത്തിന്റെ അത്രയും ചന്തമാർന്നിട്ടുള്ള, അതുപോലെ തന്നെ ആ കായാമ്പൂ കൂട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ട് പ്രകാശിക്കുന്നതായിട്ടുള്ള ആ നീല നിറത്തോടും കൂടി ഉള്ള എന്നാൽ അതിൻ്റെ ആ ലാവണ്യസ്യ ഏകതാരം, ആ ലാവണ്യത്തിന് ഒരു ഒറ്റവാക്ക് പറയാനുണ്ടെങ്കിൽ അതാണ് ഭഗവാന്റെ കളറിനെ വിശേഷിപ്പിക്കുകയാണ് ഇവിടെ. അപ്പൊ പുതിയ കാർമേഘത്തിന്റെയും കായാമ്പൂ കൂട്ടത്തിന്റെ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള ആ നീലിമയും കലർന്ന കളറാണ് ഭഗവാന് ഉള്ളത് എന്ന് പറയുന്നു. ആ ലാവണ്യത്തിന് ഒരു ഒറ്റപ്പദം പറയുവാനുണ്ടെങ്കിൽ അതാണ് ഭഗവാനെ വിശേഷിപ്പിക്കുകയാണ്. ലാവണ്യ സൈകസാരം, ലാവണ്യസ്യ ഏകസാരം, അതിന് ആ സാരമായിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഭഗവാൻ സുഹൃതി ജനദൃശാം, സുഹൃതം ചെയ്ത ജനങ്ങളുടെ കണ്ണുകൾക്ക് അവരുടെ കാഴ്ചയിൽ പൂർണ്ണ പുണ്യാവതാരം,
അപ്പൊ അത് ഒരു പുണ്യ അവതാരമാണ്. അപ്പൊ പുണ്യാത്മാക്കൾക്ക് നിറഞ്ഞ പുണ്യമായിട്ടുള്ള അങ്ങയുടെ ആ അവതാരം ലക്ഷ്മി നിശങ്കലീലാ നിലയനം. മാത്രമല്ല ലക്ഷ്മി ദേവിക്ക് ഒരു ശങ്കയും കൂടാതെ വസിക്കുവാനുള്ള ഇടം ആണ് ഇടവും കൂടിയായിട്ടുള്ള സംചിന്തകാനാം അന്തഹ. സംചിന്തകാനാം അങ്ങനെ നല്ല ഇതായിട്ടുള്ള സംചിന്തകാനാം അന്തഹ അമൃതസ്യന്ത സന്തോഷം സിഞ്ചത്. ധ്യാനനിരതന്മാരായിട്ടുള്ള ഭക്തന്മാരുടെ ഉള്ളിൽ, ആ ജനങ്ങൾ അങ്ങനെയുള്ളവരുടെ ഉള്ളില് അമൃതധാര വർഷിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവാനെ അവിടുത്തെ ശരീരം തേ വപുഹു അങ്ങയുടെ ആ ശരീരത്തെ ഹേ മാരുതാകാരനാഥ അല്ലയോ ഗുരുവായൂരപ്പ അനുകലയെ ഞാൻ ഇതാ നിരന്തരം ധ്യാനിക്കുന്നു എന്ന് പറയണം. ആറാമത്തെ ശ്ലോകത്തിൽ തത്തേ പ്രത്യഗ്രധാരാധരലളിതകലായാവലി കേളികാരം ലാവണ്യസൈകസാരം സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനമൃതസ്യന്ത സന്തോഹമന്ത സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ശ്ലോകം 7. കഷ്ടാദേ സൃഷ്ടിചേഷ്ടാ ബഹുധര ഭവഖേദാവഹാ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമചിതമയാ നൈവമദ്യാഭിജാനേ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വഭുജിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈ ച പീത്വാ പരമരസസുധാംഭോധി പൂരേ രമേരൻ. കഷ്ടാ തേ സൃഷ്ടിചേഷ്ട. കഷ്ടാഃ തേ സൃഷ്ടിചേഷ്ടാഃ ബഹുധര ഭവ ഖേദാവഹ ജീവഭാജാം ഇതി ഏവം പൂർവം ആലോചിതം അജിതമയാ നൈവം അദ്യാഭിജാനേ. നൈവമാദ്യാഭിജാനേ ന ഏവം ആദ്യ അഭിജാനേ നോ ചേജ്ജീവാഃ കഥം വാ മധുരതരം ഇദം ത്വദ്വപു ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈഃ ച. നേത്രൈ ശ്രോത്രൈ ച, അതാണ് നേത്രൈഃ ശ്രോത്രൈഃ ച പീത്വാ പരമരസസുധാംഭോധി പൂരേ രമേരൻ. കഷ്ടാദേ സൃഷ്ടിചേഷ്ട. അയ്യോ ഭഗവാനെ അങ്ങയുടെ ഈ സൃഷ്ടി ചേഷ്ടകൾ കൊണ്ട്, ഈ സൃഷ്ടി വൈഭവം കൊണ്ട് എന്തോ ഒരു കഷ്ടപ്പാടാണ് ഈ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറയുകയാണ് മേൽപ്പത്തൂർ. ഞാൻ ഇങ്ങനെയായിരുന്നു മുന്നേ ആലോചിച്ചിരുന്നത്, ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. അത് പറഞ്ഞു വരികയാണ് ഈ ഒരു ഈ ഒരു ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂര്. കാരണം പലതരത്തിലുള്ള സൃഷ്ടികളാണ് ഭഗവാൻ ചെയ്യുന്നത്. കാലില്ലാത്തവരുണ്ട്, കണ്ണില്ലാത്തവരുണ്ട്, അതിൻ്റെ ഓരോരോ അംഗവൈകല്യങ്ങള്, അതുപോലെ തന്നെ പല പല ബുദ്ധിമുട്ടുകള്, അങ്ങനെയൊക്കെയുള്ള ഈ സൃഷ്ടികൾ കൊണ്ട് അങ്ങേക്ക് എന്താണ് പ്രയോജനം? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അതാണ് പറയുന്നത്. അങ്ങനെയുള്ള സൃഷ്ടികൾ കൊണ്ട് ബഹുതര ഭവഖേദാവഹ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു ജീവഭാജാം ജീവജാലങ്ങൾ. ഇതി ഏവം ഇങ്ങനെയായിരുന്നു ഞാൻ പൂർവം ആലോചിതം, മുമ്പ് ആലോചിച്ചത്. ഞാൻ ഇങ്ങനെയായിരുന്നു മുമ്പെയൊക്കെ ആലോചിച്ചിരുന്നത്. എന്നാൽ അജിതമയ അല്ലയോ അജിതനായ ആരാലും ജയിക്കപ്പെടാത്തതായിട്ടുള്ള ഭഗവാനെ ന ഏവം ആദ്യ അഭിജാനേ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നുവല്ലോ നീ മുന്നേ ചിന്തിച്ചിരുന്നത്. നോ ചേത് ജീവാഹ കഥം വാ മധുരതരം ഇതം. നോ എന്നാൽ ഇപ്പൊ ഞാൻ അങ്ങനെ ഇതും ചിന്തിക്കുന്നില്ല. കാരണം എന്തെന്നാൽ ഇത്രയും മധുരതരമായിട്ടുള്ള ത്വദ്വപുഹു അങ്ങയുടെ ആ ശരീരം അത് ചിദ്രസാർദ്രം, അത് മനസ്സിൽ തരുന്ന ആ രസം, ആ സന്തോഷത്തെ, ആ ആനന്ദത്തെ, ആ മധുരമേ നേത്രൈഹി ശ്രോത്രൈഹി ച പീത്വാ എൻ്റെ കണ്ണുകളാലും ആ കാതുകളാലും എനിക്ക് പാനം ചെയ്യുവാൻ കഴിയുമായിരുന്നു. അതായത് എനിക്ക് അത്രമാത്രം ആ
അധികരിച്ച സന്തോഷത്തെ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാനും അനുഭവിക്കുവാനും കേൾക്കുവാനും ഒക്കെ കഴിയുമായിരുന്നുവോ? പരമരസ സുധാംബോധിപുരേ രമേരൻ, അത്രയും പരമരസമായിട്ടുള്ള ആ ഭഗവാന്റെ ആ മഹാത്മ്യങ്ങളെ കാണാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ആരാണ് ഉണ്ടായിരിക്കുക എന്ന് ചോദിക്കുകയാണ് മേൽപ്പത്തൂർ. കാരണം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ, സുഖമുണ്ടായിരുന്നില്ലെങ്കിൽ ദുഃഖം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ സുഖത്തിന്റെ ആ ഒരു രസം അനുഭവിച്ചറിയുവാൻ സാധിക്കുകയില്ലായിരുന്നല്ലോ. അപ്പൊ എന്തൊരു സംഗതിയുടെയും ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആ രണ്ട് ഭാവങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓരോന്നിൻ്റെയും ആ ഗുണദോഷങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു കയറ്റം ഉണ്ടെങ്കിലേ ഇറക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ദുഃഖമുണ്ടെങ്കിലേ സുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങയുടെ ആ രചനാവൈഭവം ചിത്രം വളരെയധികം വിശേഷപ്പെട്ടത് തന്നെയാണ് ഭഗവാനെ. പക്ഷെ ഇതൊന്നും അറിയാതിരുന്ന ഞാൻ മുന്നേ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു ചിന്തിക്കുന്നത്, ഈ ഭഗവാൻ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തോ ഒരു കഷ്ടമാണ് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് പറയുകയാണ് 7ാമത്തെ ശ്ലോകത്തിൽ. കഷ്ടാദേ സൃഷ്ടിചേഷ്ട ബഹുധര ഭവകേധാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയാം നൈവമദ്യാഭിജാനേ നോച്ചേ ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുഛിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈ ച പീത്വാ പരമരസസുധാംഭോധി പൂരേ രമേരൻ. ശ്ലോകം 8. നമ്രാണാം സന്നിധത്സേ സതതമഭി പുരസ്ഥൈര്യനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫലപാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമം അഭിലഷതി വ്യർത്ഥമധിവ്രജോയം. നമ്രാണാം സന്നിധത്സേ സതതം അഭി പുരസ്ഥൈര്യൻ അഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേത്വം ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥിവ്രജോയം. നമ്രാണാം സന്നിധത്സേ, ലിയോ ഭഗവാനെ അങ്ങയുടെ മുന്നിൽ നമസ്കരിക്കുന്ന സതതം അഭിപുരസ്ഥൈര്യൻ, അവരുടെ മുന്നിൽ പോലും, അങ്ങയുടെ മുന്നിൽ നമസ്കരിക്കുന്നവരുടെ മുന്നിൽ പോലും അങ്ങ് പ്രത്യക്ഷനാവുകയും അനഭ്യർത്ഥിതാനഭി, അവർ അഭ്യർത്ഥിക്കുന്നില്ല എങ്കിൽ പോലും അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി, അർത്ഥത്തെയും കാമനകളെയും വളരെയധികം അവർക്ക് വാരിക്കോരി അങ്ങ് നൽകുന്നുവല്ലോ. മാത്രമല്ല പരമാനന്ദ സാന്ദ്രാം ഗതിം ച, ആ പരമാനന്ദമാകുന്ന ആ ഗതിയെ, ആ മോക്ഷത്തെയും അങ്ങ് കൊടുക്കുന്നു. ഇത്തം, ഇപ്രകാരം നിശേഷലഭ്യോ, വളരെയധികം, എന്താണ് ലഭിക്കാത്തത് അങ്ങിൽ നിന്ന്, അങ്ങനെ കിട്ടുന്ന നിരവധിക വളരെയധികം ഫലങ്ങളെ തരുന്ന പാരിജാതമായിട്ടുള്ള ഹരേത്വം, അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഉള്ളപ്പോൾ ഈ ക്ഷുദ്രം തം ശക്രവാടി ദ്രുമം, ക്ഷുദ്രം, എന്തൊരു ക്ഷുദ്ര മനോഭാവമാണ് ആളുകൾക്ക്. അങ്ങനെയുള്ള പാരിജാതം എന്ന് പറഞ്ഞ കൽപ്പക വൃക്ഷത്തിനെ കുറിച്ച് നമുക്കറിയാം. അതിനോട് എന്ത് ചോദിച്ചാലും കിട്ടും എന്നാണ് സങ്കല്പം, അത് തരും എന്നാണ് സങ്കല്പം. ആ സങ്കല്പത്തെ കണ്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഭഗവാൻ ഇങ്ങനെ എല്ലാം വാരിക്കോരി ചൊരിയുന്ന ആ ഭഗവാൻ ഇങ്ങനെ ഉള്ളപ്പോൾ അതിനെ മനസ്സിലാക്കാതെ, അതിന്റെ പൊരുൾ അറിയാതെ, വെറും ഒരു വൃക്ഷമായിട്ട് എവിടെയോ ഉണ്ട് എന്ന് കേട്ടറിഞ്ഞിട്ട് നമ്മളെല്ലാം അങ്ങോട്ട് ഓടുകയാണല്ലോ ഭഗവാനെ ചെയ്യുന്നത്. ഭഗവാന്റെ മഹിമ മനസ്സിലാക്കാതെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. എന്തോ ഒരു വൃത്തികെട്ട മനസ്സാണ് മനുഷ്യർക്കുള്ളത്. അങ്ങനെയാണ് ആ ശക്രൻ
ഇന്ദ്രൻ, ശക്രന്റെ വാടിക എന്ന് പറഞ്ഞ ഉദ്യാനം അല്ലെ. അപ്പൊ ശക്രന്റെ വാടികയിലെ ആ ഇന്ദ്രന്റെ ഉദ്യാനത്തിലെ വെറും വൃക്ഷം, ദ്രുമം എന്ന് പറഞ്ഞ വൃക്ഷമായിട്ട് ആ വൃക്ഷത്തെ അഭിലഷതി ആഗ്രഹിക്കുന്നു. വ്യർത്ഥം അർത്ഥിവ്രജോയം, വ്യർത്ഥമായിട്ട് അർത്ഥത്തെ ആഗ്രഹിക്കുന്നവർ, അർത്യാഗ്രഹികൾ എന്ന് പറയുകയാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിലൂടെ. നമ്രാണാം സന്നിധത്സേ സതതമഭി പുരസ്ഥൈര്യനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. ശ്ലോകം 9. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശരേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീദഭാഗ്യ ത്വം ചാത്മാ രാമ ഏവേത്യ അതുലഗുണഗണാധാര ശൗരേ നമസ്തേ. കാരുണ്യാത് കാമം അന്യം ദദതി ഖലു പരേ സ്വാത്മദഃ ത്വം വിശേഷാത്, സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാത് ഈശതേ അന്യേ ജഗതി പരജനേ സ്വാത്മനഃ അപി ഈശ്വരസ്ത്വം ത്വയ് ഉച്ചൈരാരമന്തി, ത്വയ് ഉച്ചൈഹി ആരമന്തി, ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതന സ്പീതഭാഗ്യ ത്വം ച ആത്മാ രാമ ഏവ ഇതി അതുലഗുണഗണാധാര ശൗരേ നമസ്തേ. മറ്റു ദൈവങ്ങൾ, മറ്റു ദേവന്മാർ കാരുണ്യാത് കാരുണ്യത്താൽ കാമം ദദതി ഖലു അന്യം കാമം ദദതി ഖലു, അതായത് മറ്റ് എല്ലാ അഭിഷ്ടങ്ങളെയും നമുക്ക് തരുന്നു. മോക്ഷമൊഴിച്ച് മറ്റെല്ലാം അവർക്ക് തരാൻ സാധിക്കുന്നു. മോക്ഷം തരണമെന്നുണ്ടെങ്കിൽ ഭഗവാന് മാത്രമേ കഴിയൂ എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്, മറ്റ് അഭിഷ്ടങ്ങളെയെല്ലാം നൽകുന്നു. എന്നാൽ സ്വാത്മതഃ ത്വം വിശേഷാത്, ത്വം അങ്ങ് വിശേഷാൽ തരുന്നത് അങ്ങയുടെ സ്വന്തം ആത്മാവിനെ തന്നെയാണ്. അന്യദേവന്മാർ ഐശ്വര്യാത് അവരുടെ ആ ഈശ്വര ഭാവം കൊണ്ട് ജഗതി പരജനെ ഈശതേ, ഈ ജഗത്തിലുള്ള, അതായത് ലോകത്തില് മറ്റുള്ളവർക്ക് എല്ലാം ഈശ്വരനാണ്. എന്നാൽ ത്വം സ്വാത്മതഃ അപി അങ്ങാകട്ടെ അങ്ങ് സ്വയം ഈശ്വരനാണ്, അങ്ങയ്ക്ക് തന്നെ അങ്ങ് ഈശ്വരനാണ്. സ്പീതഭാഗ്യാഹ ചേതനാഹ അത് തിരിച്ചറിഞ്ഞ ആ ഭക്തന്മാർ പ്രതിപദമധുരേ ത്വയി ഉച്ചൈഹി ആരമന്തി ഭഗവാനെ അങ്ങയിൽ തന്നെ അങ്ങ് രമിക്കുന്നു. അങ്ങയുടെ ചൈതന്യമാണ് നമ്മളിൽ ഓരോരുത്തരിലും എന്ന് തിരിച്ചറിയുന്ന, അതായത് ഭഗവാന്റെ ചൈതന്യമാണ് നമ്മളിൽ ഓരോരുത്തരിലും എന്ന് തിരിച്ചറിയുന്ന, ഭഗം എന്ന പാദത്തിന് അർത്ഥം എന്തെന്ന് തിരിച്ചറിയുന്ന, ആ ഭാഗത്തിനകത്തിൽ ആ 6 കാര്യങ്ങളുണ്ട്. ആ 6ഉം തികഞ്ഞ ആളാണ് ഭഗവാൻ എന്നുള്ളത് തിരിച്ചറിയുന്ന അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഭഗവാനിൽ അങ്ങനെ അങ്ങ് രമിക്കാൻ കഴിയുന്നു. അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. അങ്ങനെ വിവരിക്കാനാവാത്ത തരത്തിലുള്ള ഗുണങ്ങളുള്ള ഭഗവാനെ അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശരേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീദഭാഗ്യ ത്വം ചാത്മാ രാമ ഏവേത്യ അതുലഗുണഗണാധാര ശൗരേ നമസ്തേ. ശ്ലോകം 10.
ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോഭഗീതം അങ്കാസംഗാ സദാ ശ്രീ അഖില വിദസിന ക്വാപി സംഗവാർത്ത തത്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വ തേജോഹരാണാം തേജസംഹാരി വീര്യം വിമലം അപി യശോ നിസ്പൃഹൈ ചോപഗീതം നിസ്പൃഹൈഹി ച ഉപഗീതം അങ്കാ സംഗാ സദാ ശ്രീ അഖില വിദസിന ക്വാബിതേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദം മുഖ്യ ആശ്രയ അസി. അപ്പൊ ഇതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ആ അങ്ങക്ക് തന്നെ ഭഗവാനാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അതാണ് ഇവിടെ വിശദമാക്കുന്നത്. ആ ഭഗവാൻ എന്ന പദത്തിന് എന്താണ് അർത്ഥം എന്ന് വിശദീകരിക്കുകയാണ്. ഐശ്വര്യം, ഇപ്പൊ ഭഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 കൂട്ടങ്ങൾ ചേർന്നതാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, അസംഗത്വം, ഇത്രയും ചേർന്നതാണ് ഭഗവാൻ. ഇത്രയും ചേരുമ്പോഴാണ് ഭഗവാനാകുന്നത്. ഭഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 ചേരുന്നതാണ് ഭഗം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ, ആ ഭഗത്തെ വഹിക്കുന്നവൻ, അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ആ ഈശ്വരത്വം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം, പരമേശ്വരം മുതലായിട്ടുള്ള ദേവന്മാരെ പോലും അടക്കി ഭരിക്കാൻ പോകുന്നതാണ്. തേജസ് അതാണ് ഇനി അടുത്തത് പറയുന്നത്. തേജസ് സംഹാരി വീര്യം വിശ്വ തേജോഹരാണാം. ആ തേജസ് എന്ന് പറയുന്നത് വിശ്വത്തിന്റെ തേജസ്സിനെ ഹരിക്കുന്നതിനെ പോലും ഹരിക്കുന്ന തരത്തിലുള്ളതാണ്. അതായത് വിശ്വത്തിന്റെ ആ തേജസ്സിനെ ഹരിക്കുന്നത് എന്താണ്? അത് വിശ്വത്തിന് ആ തേജസ് ഉണ്ട്. അത്രയും പ്രതിഫലിപ്പിക്കുന്നത് എന്താണ്? സൂര്യൻ അല്ലെ? ആ സൂര്യനെ പോലും മങ്ങിക്കുന്ന തരത്തിലുള്ള തേജസ്സാണ് ഭഗവാനെ അങ്ങയ്ക്ക് ഉള്ളത്. അതാണ് പറയുന്നത് വിശ്വ തേജോഹരാണാം. വിശ്വത്തിന്റെ തേജസ്സിനെ പോലും ഹരിക്കുന്ന ആ തേജസ്സാണ് അങ്ങയ്ക്കുള്ളത്. ഇനിയുള്ളത് പ്രപഞ്ചത്തിന്റെ തേജസ്സിന്റെ കാര്യവും പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ പറയുന്നത് എന്താണ് അടുത്തത്? വിമലം അഭി യശഃ. അപ്പം ആ യശസ്, അത് പറയുന്നത് ആ വിമലമായിട്ടുള്ള, ആ പരിശുദ്ധമായിട്ടുള്ള അങ്ങയുടെ ആ യശസ്, ആ കീർത്തി, അത് നിസ്പൃഹൈശ്ച ഉപഗീതം. നിസ്പൃഹൈഹി ച ഉപഗീതം. ആ നിസ്പൃഹൻ എന്ന് പറയുന്നത് ആരെയാണ്? ഒരു ആഗ്രഹവും ഇല്ലാത്ത, അതായത് ഭഗവാനെ തിരിച്ചറിഞ്ഞിട്ട് ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ച് അതിനായിട്ട് കഴിയുന്ന അതാ യോഗികൾ. അങ്ങനെയുള്ള യോഗികളാൽ പോലും വാഴ്ത്തപ്പെടുന്നതാണ് അങ്ങയുടെ ആ ഐശ്വര്യം, ശ്രീ ഐശ്വര്യം. പിന്നീട് പറയുന്നത് സദാ അങ്കാസംഗ. ശ്രീ എന്ന് പറഞ്ഞ ഐശ്വര്യ ദേവത, അതാണ് പറയുന്നത് ഐശ്വര്യ ലക്ഷ്മി ദേവി. ആ ലക്ഷ്മി ദേവി സദാ ഭഗവാന്റെ കൂടെയാണ്. അത് ഭഗവാനോട് ഒത്തു തന്നെയാണ്. അതാണ് പറയുന്ന ആ ഭഗവാന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം അലങ്കരിച്ചുകൊണ്ട് എപ്പോഴും ദേവിയുണ്ട്. അപ്പൊ ശ്രീക്കും മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല. അത് തന്നെ ത്വം അഖില വിദ അസി. അവിടുന്ന് പിന്നെ പറയുന്നു സർവജ്ഞനാണ്. എല്ലാ തരത്തിലും എല്ലാ അറിവും എല്ലാ കഴിവും എല്ലാം ഉള്ളവനാണ്. എല്ലാത്തിനെയും അറിയാൻ കഴിയുന്നു, എല്ലാം അറിയുന്നവനാണ്. ന ക്വാപിതേ സംഘവാർത്ത. എന്നാൽ ഇല്ല, എന്ത്? അങ്ങയ്ക്ക് ഒന്നിനോടും ആസക്തിയില്ല. അതാണ് അസംഗത്വം. ആ അസംഗത്വവും അങ്ങക്ക് ഇല്ല. അപ്പൊ പിന്നെ അസംഗത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല, എന്നാൽ എല്ലാറ്റിനോടെയും താല്പര്യമാണ്. ഒന്നിലുമില്ല, എന്നാൽ എല്ലാറ്റിലുമുണ്ട് എന്ന് പറയുന്ന ആ ഒരു അതാണ് അസംഗത്വം. അപ്പം ഇതെല്ലാം ചേർന്ന ആ ഒരു ശബ്ദം അതാണ് പറയുന്നത്. മുരഹര, അല്ലയോ ഭഗവാനെ, വാദാകാരവാസിൻ ഭഗവത് ശബ്ദം മുഖ്യ ആശ്രയ അസി. ആ ഭഗവത് ശബ്ദത്തിന്, ഭഗം എന്ന ആ സർവത്ര കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ആ ഭഗവാൻ എന്ന ആ ശബ്ദത്തിന് മുഖ്യ ആശ്രയമായിട്ടുള്ളത് അങ്ങ് തന്നെയാണ്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം
വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോഭഗീതം അങ്കാസംഗാ സദാ ശ്രീ അഖില വിദസിന ക്വാഭിദേ സംഘവാർത്ത തത്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി.